ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡയമണ്ട് കട്ട്സിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ ഈസി 4 മണി പലഹാരമാണ് കേട്ടോ. നല്ല ടേസ്റ്റി ക്രിസ്പി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ വെറും 1/2 കപ്പ് മൈദപ്പൊടി കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ വിഭവം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദപ്പൊടി ഞാനൊരു പാത്രത്തിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ അത് 1/2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരൊറ്റ നുള്ള് മാത്രം ഇട്ടാൽ മതി. ബേക്കിംഗ് സോഡയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കണം. പഞ്ചസാര ചേർത്തിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. ഇതിൽ നമ്മൾ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പാകത്തിന് വെള്ളം എന്ന് പറയുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും വേണ്ട. വെറും 2.5 ടേബിൾ സ്പൂൺ വെള്ളം മതി 1/2 കപ്പ് മൈദ കുഴച്ചെടുക്കാനായിട്ട്. ഇത് ഒരുപാട് ലൂസ് പരുവാവരുത്, അതുപോലെ ഒരുപാട് കട്ടിയാവരുത്. അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ വെള്ളം 1/2 കപ്പ് മൈദ കുഴച്ചെടുക്കാൻ ധാരാളമാണ് നമ്മുടെ ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യുമൊന്നും ഒട്ടിപ്പിടിക്കാത്ത തരത്തിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം നമുക്ക് വയ്ക്കാം. നമ്മൾ ഇതിലേക്ക് സോഡാപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എണ്ണയിൽ വറുത്തിട്ടിട്ട് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാര ചേർത്തിട്ടാണല്ലോ കുഴച്ചിട്ടുള്ളത്. കാരണം ചെറുതായിട്ടൊന്ന് ഒരു ലൂസായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു നുള്ള് മൈദപ്പൊടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾക്കൊരു നനവ് തോന്നുകയാണെങ്കിൽ ലേശം മൈദപ്പൊടി ചേർത്ത് കുഴച്ചെടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് നല്ല തിന്നായിട്ടുള്ളൊരു ചപ്പാത്തിയായിട്ട് ഇതുപോലെ പരത്തിയെടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചെരിച്ച് കട്ട് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ഇതുപോലെ കത്തി ഉപയോഗിച്ച് ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ആ ഡയമണ്ടിൻ്റെ ഷേപ്പിൽ കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് മുഴുവൻ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അങ്ങനെ നമ്മൾ കൂട്ടിയിട്ടാലും ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അത്യാവശ്യം നല്ല പൊടിയൊക്കെ ഉണ്ട്. എന്നാൽ ഒരുപാട് പൊടി ചേർത്തിട്ട് നമ്മളിത് പരത്തിയെടുക്കരുത്. അപ്പോൾ നമ്മൾ എണ്ണയിലിട്ടിട്ട് അത് വറുത്ത് കോരുമ്പോൾ എണ്ണ പെട്ടെന്ന് അങ്ങോട്ട് നാശമായി പോവും, ഒരുപാട് പൊടി അതിലേക്ക് ആയിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു പാകത്തിന് മാത്രം പൊടിയിട്ടിട്ട് പരത്തിയെടുക്കുക. എത്രത്തോളം തിന്നാക്കിയിട്ട് പരത്താൻ പറ്റുമോ അത്രയും നന്നായിരിക്കും. അത്രയും നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ ഈ ഡയമണ്ട് കട്ട്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാം നമുക്ക് ഇനി മുറിച്ചെടുക്കാം. അങ്ങനെ എല്ലാതും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും, അതായത് രണ്ടാമത്തെ ഉരുളയും നന്നായിട്ട് പരത്തി ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത്യാവശ്യം ചൂടായ എണ്ണയിലേക്ക് ഇതിട്ടിട്ട് നമുക്ക് വറുത്ത് കോരിയിടുക. അപ്പോൾ എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കുക. കാരണം നമ്മളിതിൽ പഞ്ചസാര ചേർത്തിട്ടാണ് കുഴച്ചിട്ടുള്ളത്. അത് കാരണം കൊണ്ട് തന്നെ നല്ല ചൂടായിട്ട് എണ്ണയിലേക്ക് ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ പഞ്ചസാര പെട്ടെന്ന് അങ്ങോട്ട് കാരമലൈസ് ആയി പോകും. അത് കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവാം. അപ്പോൾ നന്നായി ചൂടായ എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടതിന് ശേഷം നമ്മുടെ ഈ ഡയമണ്ട് കട്ട്സ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വറുത്ത് കോരാം. പിന്നെ നല്ല തിന്നായിട്ട് പരത്തിയതല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്നാവും. അപ്പോൾ ഇതുപോലെ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ അത് വറുത്ത് കോരാം. അപ്പോൾ ഇങ്ങനെ വറുത്തെടുക്കുന്ന നമ്മുടെ ഈ ഡയമണ്ട് കട്ട്സ് ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ പൊടിച്ച പഞ്ചസാരയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നാലാണ് ഇതുപോലെ അതിന് മുകളിൽ പഞ്ചസാര നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ആ എണ്ണയോട് കൂടിയിട്ട് തന്നെ നല്ല ചൂടോട് കൂടിയിട്ടുള്ള ഡയമണ്ട് കട്ട്സ് നേരെ ഈ പഞ്ചസാരയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ബാച്ച് അതിലേക്ക് ഇട്ടിട്ട് പുരട്ടി എടുത്തിട്ടുണ്ട് പഞ്ചസാരയിൽ. ഇനി അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കട്ടെ. അപ്പോഴാണ് ആ ചൂടും ആ എണ്ണയുടെ ചൂടും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ആ നല്ല പൊടിച്ച പഞ്ചസാര നന്നായിട്ട് കോട്ടായിട്ട് വരുള്ളൂ.
അപ്പോൾ ഇതേ ഒക്കെ അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണ്ട് കാലത്ത് ഈ പൂരപ്പറമ്പിൽ നിന്നൊക്കെ കിട്ടുമല്ലോ 6 നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം, അതിൻ്റെയൊക്കെ ഏകദേശം ഒരു അനിയനായിട്ട് വരും. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ താഴെ പോസ്റ്റ് ചെയ്യുക. എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റ പേജിൻ്റെ ലിങ്കുകളും താഴെ കൊടുക്കുന്നുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിയുള്ള, അതായത് വെള്ളമൊന്നും ഒട്ടുമില്ലാത്ത നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ജാറിൽ എന്തെങ്കിലും ഇട്ട് വയ്ക്കുക. 4 മണി പലഹാരമാണല്ലോ, അത്ര പെട്ടെന്ന് നാശാവാത്ത ഒരു നല്ല 4 മണി പലഹാരമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയ ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുക. സോ സീ യു സൂൺ വിത്ത് അനദർ ബ്യൂട്ടിഫുൾ വീഡിയോ. അൺടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു.